കരം പിടിച്ച് നടന്നവളാണ് പരിശുദ്ധ മറിയം. അവളുടെ കരങ്ങൾക്ക് അഭിഷേകത്തിൻ്റെ അഴകുണ്ട്. അവളുടെ കരം നമുക്ക് മുറുകെ പിടിക്കാം. അവളുടെ മാറിൽ മയങ്ങാം. ഒരു കുഞ്ഞിനെ പോലെ അവളോട് ചേർന്നിരിക്കുന്നവർക്ക് അവൾ കരുതലിൻ്റെ ദൂതപ്പഴങ്ങൾ നൽകും. എല്ലാ മരിയ ഭക്തർക്കും മാതൃപാതയത്തിലേക്ക് സ്നേഹവന്ദനം. സ്വർഗം ചാർത്തിയൊരഴകേ, ഓ മെയ് മാസപ്പൂവേ എൻ സ്വർഗം ചാർത്തിയൊരഴകേ, എൻ കണ്ണീരിൻ മാനത്ത് മഴവില്ലൊളി നീ, തീരാ ദുരിതം തീരുമ്പോൾ അമ്മ വരും അരികെ, ചാരത്തവളുണ്ടെങ്കിൽ എന്നിൽ ആത്മബലം പടരും, സുവിശേഷ കതിരൊളികൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് കുറേയധികം വിശേഷണങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നവളായിട്ട് പരിശുദ്ധ അമ്മയെ കാണും. 2, ഉത്ഥാനത്തിൻ്റെ അനുഭവങ്ങളുള്ളവളായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. 3, ഒരുപാട് ദൈവിക ശക്തിയുള്ളവളായിട്ട് പരിശുദ്ധ അമ്മയെ പറയും. 4, വിലയുള്ളവളായിട്ട് പരിശുദ്ധ അമ്മയെ പറയും. 5, ഒരിക്കൽ പോലും അനാഥത്വം അനുഭവിക്കാത്ത സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മയെ പറയും. ഒരിക്കൽ പോലും ഉത്കണ്ഠ ഇല്ലാത്ത സ്ത്രീയായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ 6 പ്രധാന വിശേഷണങ്ങളുടെ ഉറവിടമായിട്ട് പരിശുദ്ധ അമ്മയെ ചിത്രീകരിക്കുന്ന കുറേയധികം വിശുദ്ധരുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കി പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ പ്രത്യേകതകളൊക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ഈ 6 സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള, നമ്മൾ പറയില്ലേ ഓരോ സ്റ്റാർ കിട്ടുമ്പോഴും ഓരോ പവർ ഉയരുന്നു എന്ന് പറയുന്ന പോലെ, ഇങ്ങനെ 6 സ്പെഷ്യൽ കാറ്റഗറി എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെ നിറഞ്ഞ് പ്രശോഭിച്ചിരുന്നത്. മോൺഫോർട്ടൊക്കെയാണ് പറയുന്നത്. വിശുദ്ധ ലൂയി മോൺഫോർട്ടൊക്കെ പരിശുദ്ധ അമ്മയെ പറയുന്നത്, പരിശുദ്ധ അമ്മ ഇങ്ങനെ പ്രശോഭിച്ചവളാണ് പറയുന്നത്. ഈ ദിവസങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് എഴുതിയത് ഇങ്ങനെ: അമ്മേ നിൻ പ്രകാശത്താൽ പ്രശോഭിക്കും ഞാൻ, അമ്മേ നിൻ കരലാളനത്താൽ ശക്തി നേടും ഞാൻ, അമ്മേ നിൻ ചൈതന്യത്താൽ കൃപ നേടിയിടും ഞാൻ, അമ്മേ നിൻ പ്രിയ മകനായി ഞാൻ ഇന്നാനന്ദിച്ചിടും. സ്നേഹമുള്ളവരെ, ഈ 6 വരി എഴുതാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത് ലൂയി മോണ്ട്ഫോർട്ടിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ലൂയി മോണ്ട്ഫോർട്ട് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നതാണ് അമ്മയുടെ പ്രകാശത്താലാണ് ഞാൻ, ലൂയി മോണ്ട്ഫോർട്ട് പ്രകാശിക്കുന്നത്, അമ്മേ നിൻ്റെ കരലാളനത്താലാണ് ഞാൻ ശക്തി നേടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇങ്ങനെ ലൂയി മോണ്ട്ഫോർട്ട് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്: അമ്മേ നിൻ ചൈതന്യത്താൽ കൃപ നേടിയിടും ഞാൻ, അമ്മേ നിൻ പ്രിയ മകനായി ഞാൻ ഇന്നാനന്ദിച്ചിടും. അമ്മയുടെ മകനായിട്ട് ഞാൻ ആനന്ദിച്ചൊടുങ്ങുക എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ലൂയി മോണ്ട്ഫോർട്ട് കൊടുക്കണ പ്രത്യേകത. സ്നേഹമുള്ളവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത് നോക്കണ്ടേ. ഇതൊന്നും പരിശുദ്ധ അമ്മയുടെ കഴിവല്ല. അമ്മയ്ക്ക് ഒരു കഴിവില്ലാത്തൊരു സാധാരണ സ്ത്രീ എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ മെയ് മാസത്തിൽ നമ്മൾ ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ മെയ് മാസ റാണിയായിട്ട് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 പുണ്യങ്ങൾ അമ്മയുടെ ഉള്ളിൽ വളരെ ഇംപ്ലിസിറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മേനോട് പറഞ്ഞു, മോനെ ഇത് എൻ്റെ മെറിറ്റ് അല്ല, ദിസ് ഈസ് നോട്ട് മൈ മെറിറ്റ്, ദിസ് ഈസ് ഗിവൻ ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് കൊടുത്ത 6 കൃപകളാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്. എന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എടുത്ത് വായിച്ച്. ഇപ്പം ഞാനെടുത്ത് വായിച്ചു. ലൂക്ക 12:11, ഉത്കണ്ഠ മാറ്റുന്ന പരിശുദ്ധാത്മാവ്
ഉത്കണ്ഠ മാറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ മറിയം നിറഞ്ഞപ്പോഴാണ് അമ്മയുടെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നില്ല. മകനെ പിടിച്ചുകൊണ്ടുപോയി എന്നറിയുന്ന സമയത്ത്, കാൽവരിയുടെ വിരിമാറിൽ നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയണേ. മാനുഷികമായിട്ട് ഒരു സ്ത്രീ എപ്പോഴും ഇങ്ങനെ വീവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് പറയുന്നത്. ഒരു പുരുഷനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയുടെ തലമുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. പക്ഷേ പരിശുദ്ധാമ്മ നെവർ ഡു ദാറ്റ് സെയിം തിങ്. അവൾ ഒരിക്കൽ പോലും ഉത്കണ്ഠപ്പെട്ടിട്ടില്ല, ആകുലപ്പെട്ടിട്ടില്ല. ബിക്കോസ് ഷീ നോസ് ദ റിയൽ പവർ ഓഫ് ഹോളി ഗോസ്റ്റ് ഓർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ആരും ഉത്കണ്ഠപ്പെടില്ല. അതല്ലേ നല്ലൊരു ഉദാഹരണമാണ് സ്തെഫാനോസ് എന്ന് പറഞ്ഞാൽ നടപടി പുസ്തകത്തിൽ കാണുന്നുണ്ട്. സ്തെഫാനോസിനെ ഇങ്ങനെ കല്ലെറിയുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ സ്തെഫാനോസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? സ്തെഫാനോസ് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ഉത്കണ്ഠ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാം ക്രിസ്തു എന്ന് പറയണ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ തെരുവോരങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അപ്പനിങ്ങനെ പറയാം, ഡാ നീ എൻ്റെ വസ്ത്രം ഊരിത്താ, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം എൻ്റെയാന്ന് പറഞ്ഞിട്ട് പീറ്റർ ബെർണാഡ് ചെയ്യുന്ന കാര്യം എന്താ? എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് കളിയാക്കിയിട്ടാണ് ഫ്രാൻസിസ് അസീസിയോട് പറയുന്നത്, ഗിവ് മീ മൈ ക്ലോത്ത്, ദിസ് ഈസ് മൈ ക്ലോത്ത്, യു ആർ നോട്ട് വർത്തി ടു വെയർ ഓൾ ദീസ് തിങ്സ്. നിനക്കിത് ധരിക്കാനുള്ളതില്ല. അപ്പോൾ ആ സമയത്ത് ഉത്കണ്ഠപ്പെടേണ്ടതാണ് ഫ്രാൻസിസ് അസീസി. He never do that. അവനങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് എന്താണ്? ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഊരിക്കൊടുത്തിട്ട് പറയാ, അപ്പ ഇനി അപ്പനല്ല, സ്വർഗസ്നായ പിതാവും പരിശുദ്ധാത്മാവും മാത്രമാണ് എനിക്ക് ശക്തി. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ അത് ഊരിക്കൊടുക്കുമ്പോൾ ഒരു വസ്ത്രം ഇങ്ങനെ നമുക്കിങ്ങനെ ഷർട്ട് പോലും നമുക്ക് ഊരാൻ പറ്റില്ലല്ലോ. ഇവൻ നമുക്ക് ഇവിടുത്തെ ഒരു കുടുക്ക് വരുമ്പോൾ പോലും നമുക്ക് ഉള്ളിലൊരു ഉത്കണ്ഠയാ. ഈ മനുഷ്യനിങ്ങനെ ഫുള്ള് ഡ്രസ്സ് ഊരിക്കൊടുത്തിട്ട് പറയാം, ഒരു ടെൻഷൻ ഇല്ലാണ്ട് പറയാം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നൽകാത്ത എന്ത് വസ്ത്രമാണ് നിനക്കുള്ളത്? ഈ ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ പരിശുദ്ധാമ്മയെയും രണ്ടാം ക്രിസ്തുവായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും ഒക്കെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. 2, അനാഥത്വം. ഒരിക്കൽ പോലും പരിശുദ്ധ അമ്മയ്ക്ക് ആരാ ഉണ്ടായിരുന്നേ? അമ്മയ്ക്ക് വേണമെങ്കിലും മകനോട് നമ്മളൊന്ന് വെറുതെ മാനസികമായിട്ട് ആലോചിച്ച് നോക്കിയേ. മോനിങ്ങനെ പരസ്യ ജീവിതത്തിന് പോകാൻ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക? ഒരു അമ്മ എന്ന നിലയിൽ മോനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? മോനെ, അമ്മ തനിച്ചാവില്ലടാ. ഇടിവെറ്റേൽക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ ഞാൻ തനിച്ച് നിൽക്കണ്ടേ? എൻ്റെ മോ എങ്ങും പോണ്ട, എൻ്റെ പൊന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുക ചെയ്യണ്ടേ? പക്ഷെ അവൾ പറഞ്ഞു, നോ, ഇഫ് യു വാണ്ട് ടു ഗോ യു കൻ ഗോ. നീ പൊയ്ക്കോ എൻ്റെ കുഞ്ഞെ. എനിക്ക് എന്നിട്ടും അനാഥത്വമില്ല. എൻ്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടപ്പോഴും എന്ന് പറഞ്ഞാൽ നന്നേ ചെറുപ്പത്തിൽ ഔസേപിതാവ് മരിച്ചില്ലേ, ആ നഷ്ടപ്പെടുന്ന സമയത്തും മകനിങ്ങനെ കാൽവരിയിൽ പെടഞ്ഞു വീഴുന്ന സമയത്തും കൂട്ടിനാരും ഇല്ലാത്ത രാത്രിയുടെ യാമങ്ങളിലും പരിശുദ്ധ മറിയം ഇങ്ങനെ നിന്നത് അവളുടെ ഉള്ളിൽ അനാഥത്വത്തിൻ്റെ തീപ്പന്തങ്ങൾ ഉണ്ടാകാതിരുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടുണ്ടായില്ല? അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ഓ, നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ത്രീയാണെന്ന് ഗബ്രിയേൽ ദൂതന്റെ മെസ്സേജ് റിസീവ് ചെയ്ത ഇൻ ദാറ്റ് മൂമെന്റ് ഇറ്റ്സെൽഫ് ഷീ ഈസ് ലോഫിംഗ് ലൈക്ക് എ ട്വിങ്ക്ലിംഗ് സ്റ്റാർ. ട്വിങ്ക്ലിംഗ് സ്റ്റാറിനെ പോലെ അവൾ ജ്വലിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവൾക്ക് കിട്ടിയത് കൊണ്ടാണ്. മൂന്നാമത്തെ നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ അവൾക്ക് വിലയുള്ളതായിട്ട് തോന്നി. ഇപ്പം ഈ ലോകത്ത് ആർക്കും വിലയില്ലല്ലോ. നമ്മൾ തന്നെ പറയില്ല, എനിക്കൊരു വിലയില്ലാത്ത, എന്നെ ആരും മനസ്സിലാക്കില്ല, കറിവേപ്പില പോലെയുള്ള ജീവിതം. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ വിലയുള്ളവളായി. കാനായിൽ പോയപ്പോൾ അവൾക്ക് വില കുട്ടി, ശിഷ്യന്മാർ അവളെ വില വെച്ചു. ആ നാട്ടുകാർ മുഴുവൻ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുന്ന സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കും. ദാറ്റ് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ദറ്റ് സെന്റൻസ്. അവളുടെ ജീവിതത്തിന് ദൈവം കൊടുത്തൊരു വില, അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സമയത്ത് കിട്ടിയ കൃപയാണ്. അടുത്തത് എന്താണ്? കൂട്ടായ്മയിൽ അവൾ നിന്ന പോലെ കൂട്ടായ്മയിൽ ആരാ നിന്നിട്ടുള്ളത്? മകനായ ക്രിസ്തു മരിച്ചപ്പോഴും അവൾ ആ 12 പേരെയും ചേർത്ത് പിടിച്ച് സിഹിയോനിൽ ഒരു കൂട്ടായ്മയുടെ പുത്തൻ ഉത്സവം തീർത്ത്. ആ സമയത്ത് അവൾ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തീപ്പന്തങ്ങളുടെ രൂപത്തിൽ അവളുടെ മേലും കൂടെ നിൽക്കുന്നവരുടെ മേലും ഇറങ്ങി വന്നത്. ദ ലാസ്റ്റ് തിങ്, ഒരു ഉയർപ്പിൻ്റെ അനുഭവം. ഈശോ ഉയർക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മ അനുഭവിച്ചു. ഇതൊക്കെ കിട്ടിയത് പരിശുദ്ധാത്മാവിനാൽ അമ്മ നിറഞ്ഞതാ. അപ്പം ഈ മെയ് മാസത്തിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും സാധ്യത പരിശുദ്ധ അമ്മയുടെ അടുത്തിരിക്കുക. അമ്മയുടെ അടുത്തിരുന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ, നീ അനുഭവിച്ചതുപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് താ. ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മ എന്നൊരു നല്ല ഈരടിയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളൊരു ഈരടി. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കന്യാമറിയത്തിൽ നിറഞ്ഞവനേ, വരണേന്നിൽ നിറഞ്ഞിടണേ, വരദാനങ്ങൾ
നൽകിയിടണേ. സ്നേഹമുള്ളവരെ, ഈ വരി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം ഇങ്ങനെ ഒഴുകാണ്. പരിശുദ്ധ അമ്മ തരുന്ന ഒരു അഭിഷേകം. ഇപ്പം സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നിന്റെ കയ്യിലുള്ള നിന്റെ മണാളനായ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള നല്ല മക്കൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. കുറേ പേര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്ന, ഒരു ഡിവൈൻ എനർജി സ്വന്തമാക്കുന്ന, നെഗറ്റീവ് എനർജികളൊക്കെ ഉള്ളിൽ നിന്ന് മാറുന്നൊരു അനുഭവം ഈ ശുശ്രൂഷകൾ ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ വഴി ഈശോ ചേർത്ത് പിടിക്കുന്നുണ്ട്. സെഹിയോൻ മാളികയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാൻ നമുക്ക് ഇന്ന് പ്രത്യേകം തുടർന്നുള്ള ലുത്തിനിയയിലും പ്രാർത്ഥനയിലും പാടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താൽ പരിശുദ്ധ മറിയം വഴി അനേക മക്കളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ എനർജി, ഒരു ദൈവീക ശക്തി ജ്വലിക്കുമാറാകട്ടെ. രോഗികളായി കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ. മാറാവ്യതകളാൽ ക്ലേശിക്കുന്ന മക്കൾ, സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവർ എല്ലാവരെയും ഈ ശുശ്രൂഷ വഴി അനേക മക്കൾക്ക് സൗഖ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ കടലാഴങ്ങൾ തീർക്കാൻ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ. സംഭവം: ഹെൻറി ഗുനിയൻ എന്ന പണ്ഡിതൻ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1862 ആണ്ട് മുതൽ 40 വർഷക്കാലത്തേക്ക് ലൂർദിലെ ഗ്രോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ്. ലൂർദ് പട്ടണത്തിൽ തന്നെ 10 കൊല്ലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥകരുടെയും അനേക ശതം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു. വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ അവിശ്വാസമുള്ളവനായിരുന്നു. വളരെ ജോലി തിരക്കുള്ളവനും സമയമൊട്ടും നഷ്ടപ്പെടുത്തുവാൻ നിവൃത്തിയില്ലാത്തവനുമാണ് ഞാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം 30 വർഷത്തേക്ക് ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവയ്ക്കാതെ ജീവിച്ചു. എതിർക്കാനാവാത്ത ശക്തിയോടുകൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യാവഹമായി കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന രോഗശമനങ്ങളും പ്രബലമായി എന്നിൽ സ്വാധീനശക്തി ചെലുത്തി. ഒടുവിൽ എൻ്റെ ശിരസ് കുനിക്കുകയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ലൂർദിലെ ഈ മെഡിക്കൽ ബ്യൂറോയിൽ അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ അനാദൃശ്യമായ ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ പരമാർത്ഥ ബുദ്ധികളും നിഷ്കളങ്ക മനസ്സരുമായ സകലരെയും ഞാനിപ്പോൾ അറിയിച്ചു കൊള്ളുന്നു. പ്രാർത്ഥന. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകയെ അങ്ങേ മാതാവായി തിരഞ്ഞെടുത്ത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു. ദൈവജനനി, അങ്ങ് സർവ്വ സൃഷ്ടികളിലും ഉന്നതയാണ്. അങ്ങ് ഞങ്ങളുടെ അഭിമാന പാത്രവും അത്രയും. ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനതയെ മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുസ്മരിച്ച് കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവ്യസുതന്റെ യഥാർത്ഥ അനുഗാമികളാകണമേ. സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് അങ്ങേ അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ. ലോകസമാധാനവും മാനവകുലത്തിന്റെ മാനസാന്തരവും ഐക്യവും സാധിച്ച് തിരുസഭ വിജയം വരിക്കുന്നതിനുള്ള കൃപ ലഭിച്ചു തരണമേ. ആമേൻ. ശുദ്ധ ബെർണാദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന
പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഭാവ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദക്കുദശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവ പ്രസാദവരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നിർമ്മലയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിദഗ്ധിയുള്ള മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കഹീനയായ കന്യാസ്ത്രീയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേക ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബാവാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദനീയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാസ്ത്രീകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരൻ്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്
കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും റൂഹ ദക്കുദാശയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ. ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. ഉണ്ണീശോയെ ഉദരത്തിൽ സംവഹിച്ച മാതാവേ, അങ്ങേ തിരുകുമാരനെ ഹൃദയത്തിൽ സംവഹിക്കുവാൻ കൃപ ചെയ്യണമേ. മെയ് മാസപ്പൂവേ, സ്വർഗം ചാർത്തിയൊരഴകേ.